ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിച്ചു. 2026 ധനവിനിയോഗ ബിൽ രാജ്യസഭ ചർച്ച ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ പ്രധാന ആശങ്കയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തി പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ മതിയായ ഇന്ധനശേഖരം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. ആദ്യ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ നിരസിച്ചത് 330 പത്രികകൾ. ഹിന്ദു, സിഖ്, ബുദ്ധമത വിശ്വാസത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിക്ക് അർഹതയുള്ളൂ എന്ന് സുപ്രീംകോടതി. മറ്റ് മതങ്ങളിലേക്കുള്ള പരിവർത്തനത്തിലൂടെ പട്ടികജാതി പദവി പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നും പരമോന്നത കോടതി. മിയാമി ഓപ്പൺ ടെന്നീസിൽ ബെലാറുസിന്റെ അരീന സെബലങ്ക ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. 2026 ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭ പരിഗണനയ്ക്കെടുത്തു. 2019 ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമ ഭേദഗതി ചെയ്യുക എന്നതാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടു. നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 2026 ധനവിനിയോഗ ബില്ലിന്റെ ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുകയാണ്. സംഭാഷണത്തിലൂടെയും നയതന്ത്ര ബന്ധങ്ങളിലൂടെയും പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന 1 കോടി ഇന്ത്യക്കാരുടെ സുരക്ഷ പ്രധാന ആശങ്കയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. इस युद्ध से हमारे व्यापार के रास्ते प्रभावित हो रहे हैं. इससे पेट्रोल, डीजल, गैस और फर्टिलाइजर जैसे जरूरी सामान की रूटीन सप्लाई प्रभावित हो रही है. गल्फ देशों में करीब 1 करोड़ भारतीय रहते हैं, वहां काम करते हैं. उनके जीवन और आजीविका की सुरक्षा भी भारत के लिए बहुत बड़ी चिंता है. ഗൾഫ് മേഖല, ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നേതാക്കളുമായി ചർച്ച നടത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. സംഘർഷം ലഘൂകരിക്കണമെന്നും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നയതന്ത്ര ബന്ധത്തിലൂടെ ശ്രമം നടത്തുന്നതായും പ്രധാനമന്ത്രി സഭയെ അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ, എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷം 4ാം ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടെയാണ് സുരക്ഷാ അവലോകന യോഗം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്നും LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ മതിയായ ശേഖരം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. തിങ്കളാഴ്ച വരെ ഏകദേശം 7500 PNG ഗാർഹിക വാണിജ്യ കണക്ഷനുകൾ നൽകിയിട്ടുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല പത്രസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. LPG വഹിച്ചുകൊണ്ടുള്ള 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മന്ത്രാലയ പ്രത്യേക സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ പറഞ്ഞു. ഫെബ്രുവരി 28 മുതൽ ഏകദേശം 4200 യാത്രക്കാർ ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. പശ്ചിമേഷ്യ, ആഗോള സാമ്പത്തിക പ്രതിസന്ധി, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യ പിന്തുണ നൽകുന്നുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തുറന്നതും സുരക്ഷിതവുമായ ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ ആകെ ആവശ്യമാണെന്നും പറഞ്ഞു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ നിരന്തരം സമ്പർക്കം പുലർത്താൻ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ആഗോളതലത്തിൽ ഊർജ്ജ മേഖല വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകി.
ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ നിർവീര്യമാക്കിയതായി UAE വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ലെബനന്റെ തെക്കൻ മേഖലയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. ബെയ്റൂട്ടിന് സമീപമുണ്ടായ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ലെബനനിൽ ഇതുവരെ 1000-ലധികം പേർ കൊല്ലപ്പെടുകയും 12 ലക്ഷത്തോളം പേർ പലായനം ചെയ്യുകയും ചെയ്തു. ആക്രമണങ്ങളെ അപലപിക്കുന്നതായി ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം അറിയിച്ചു. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അബുദാബിയിലെ അൽ ഷവാമെക് പ്രദേശത്ത് ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റു. അതേസമയം US ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ പ്രത്യാക്രമണം രൂക്ഷമാക്കിയതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. പേർഷ്യൻ ഗൾഫിൽ മൈനുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകളും ഇറാൻ നിഷേധിച്ചു. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴും തങ്ങൾക്ക് തന്നെയാണെന്ന് ഇറാൻ വക്താവ് സൂചിപ്പിച്ചു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ പ്രതിരോധിക്കാൻ ബാലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകൾ സജ്ജമാണെന്ന് IRGC അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇറാൻ അംബാസിഡർ രാജ്യം വിടണമെന്ന് ലെബനൻ സർക്കാർ. ഞായറാഴ്ചയ്ക്കകം രാജ്യം വിടണമെന്നും ബെയ്റൂട്ടിലെ ഇറാന്റെ എംബസി പ്രവർത്തനക്ഷമമായി തുടരുമെന്നും ലെബനൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ലെബനന്റെ നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ, DGPമാർ, CEOമാർ, എൻഫോഴ്സ്മെന്റ് ഏജൻസി മേധാവികൾ എന്നിവരുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകന യോഗം ചേർന്നു. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനും ഏകോപനം മെച്ചപ്പെടുത്താനും അക്രമരഹിതവും ഭയരഹിതവും പ്രലോഭനങ്ങളില്ലാത്തതുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനും കമ്മീഷൻ നിർദ്ദേശം നൽകി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. ആദ്യ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 330 പത്രികകളാണ് നിരസിച്ചിട്ടുള്ളത്. ആകെ ലഭിച്ച 2125 നാമനിർദ്ദേശ പത്രികകളിൽ 1603 എണ്ണം സ്വീകരിച്ചതായി ജില്ലകളിൽ നിന്നുള്ള ആദ്യ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2 പത്രികകൾ പിൻവലിച്ചു. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും ഇന്നാണ് സൂക്ഷ്മ പരിശോധന. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതുവരെ സംസ്ഥാനത്തൊട്ടാകെ 2125 പത്രികകളാണ് ലഭിച്ചത്. 1254 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ക്രമസമാധാന പാലനത്തിന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സജ്ജമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. എല്ലാ മണ്ഡലങ്ങളിലെയും മത്സരചിത്രം ഏറെക്കുറെ തെളിഞ്ഞതോടെ പരസ്യപ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ധനമന്ത്രിയും പാർട്ടി നേതാവുമായ നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ എത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി UDFനായി നാളെ കോഴിക്കോട് പ്രചാരണത്തിലെത്തും. LDF പ്രചാരണം മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഹിന്ദു, സിഖ്, ബുദ്ധമത വിശ്വാസത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിക്ക് അർഹതയുള്ളൂ എന്ന് സുപ്രീംകോടതി. മറ്റ് മതങ്ങളിലേക്കുള്ള പരിവർത്തനത്തിലൂടെ പട്ടികജാതി പദവി പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നും കോടതി പറഞ്ഞു. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ വിധി. മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം സംരക്ഷണം അവകാശപ്പെടാൻ കഴിയില്ലെന്നും ജസ്റ്റിസുമാരായ PK മിശ്ര, മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. മിയാമി ഓപ്പൺ ടെന്നീസിൽ ബെലാറൂസിന്റെ അരീന സബലങ്ക ക്വാർട്ടറിൽ പ്രവേശിച്ചു. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് സബലങ്കയുടെ ക്വാർട്ടർ പ്രവേശനം. ക്വാർട്ടറിൽ അമേരിക്കയുടെ ഹേലി ബാപ്റ്റിസ്റ്റാണ് സബലങ്കയുടെ എതിരാളി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഈ വർഷത്തെ ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ തിരിതെളിഞ്ഞു. ചടങ്ങിൽ അശ്വതി തിരുനാൾ രാമവർമ്മ, ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വീണ VR എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിച്ചു. 2026 ധനവിനിയോഗ ബിൽ രാജ്യസഭ ചർച്ച ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ പ്രധാന ആശങ്കയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തി പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ മതിയായ ഇന്ധനശേഖരം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. ആദ്യ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ നിരസിച്ചത് 330 പത്രികകൾ.
ഹിന്ദു സിഖ് ബുദ്ധമത വിശ്വാസത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിക്ക് അർഹതയുള്ളൂവെന്ന് സുപ്രീംകോടതി. മറ്റു മതങ്ങളിലേക്കുള്ള പരിവർത്തനത്തിലൂടെ പട്ടികജാതി പദവി പൂർണ്ണമായും നഷ്ടപ്പെടുമെന്നും പരമോന്നത കോടതി. മിയാമി ഓപ്പൺ ടെന്നീസിൽ ബെലോറസിന്റെ അരീന സബലങ്ക ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.